പുരുഷോത്തമൻ 10 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്. ഇത്തവണത്തെ ക്രിസ്മസ് അവരുടെ പുതിയ ക്രിസ്മസ് ആണ്. അപ്പോൾ രണ്ടുപേരും വിവാഹിതരായതിനു ശേഷമുള്ള അടുത്തിടെയാണ്. ഈ നവംബർ 30 എന്ന് പറയുമ്പോൾ 15 ദിവസമേ ആയിട്ടുള്ളൂ വിവാഹിതരായിട്ട്. 10 ദിവസം കൂടി കഴിയുമ്പോൾ രണ്ട് കുടുംബങ്ങളും ഒന്നിച്ച് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനായിട്ടൊക്കെ കാത്തിരുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഈ മരണ വാർത്ത എത്തുന്നത്. രണ്ട് കുടുംബങ്ങൾ അനാഥമാവുകയാണ് എന്നുള്ളതാണ്. കോന്നി MLA KU ജിനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. പക്ഷേ KU ജിനീഷ് കുമാർ, ഏറെ വിഷമിപ്പിക്കുന്ന ഒരു അപകട വാർത്തയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മളെ തേടിയെത്തുന്നത്. 4 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയാണ്. അവരുടെ വീട് അതിന് തൊട്ടടുത്താണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ എത്തിയോ ജിനീഷ്? ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള കുടുംബമാണ് ബിജുവിന്റെ കുടുംബം. നിഖില് കല്യാണത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും പങ്കെടുത്തിരുന്നു. നിഖില് കാനഡയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുവിന്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. രണ്ടുപേരും അത്ര ദൂരമല്ലാത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, നിഖിലിന്റെ ഒരു ബന്ധു വിളിച്ച് പറഞ്ഞത് ഇവര് മലേഷ്യയിലേക്ക് വിവാഹത്തിന് ശേഷം യാത്ര പോയതായിരുന്നു. എയർപോർട്ടിൽ ബിജുവിന്റെയും അതോടൊപ്പം നിഖിലിന്റെയും അച്ഛൻ ബിജുവും അനുവിന്റെ അച്ഛനും കൂടിയാണ് പോയി റിസീവ് ചെയ്ത് കൊണ്ടുവരുന്ന. വീട്ടിലേക്ക് എത്താൻ അധിക ദൂരമില്ലാത്ത ഒരു 5-6 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ. അവിടെ വരുമ്പോഴാണ് ഈ അപകടം നടക്കുന്നത്. DYSP ഉൾപ്പെടെയുള്ള പോലീസ് എല്ലാവരും സ്ഥലത്തുണ്ട്. പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് സൂചിപ്പിക്കുന്നത് ഉറങ്ങിപ്പോവാനുള്ള സാധ്യതയാണ്. ആന്ധ്ര സ്വദേശികളുടെയാണ് അയ്യപ്പ വണ്ടി. അപ്പൊ അവിടെ ആ വാഹനത്തിലുണ്ടായിരുന്ന 2-3 ആളുകൾക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടേക്ക് എത്തിയെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ വേണ്ടി കഴിയൂ. ഓക്കെ, ശ്രീ ജിനീഷ് കുമാർ, അവിടെ ആ പ്രദേശത്ത് അപകടങ്ങൾ ഉണ്ടാകാറുള്ളതായി നമ്മളും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എടുക്കുന്ന ഒരു വഴി കൂടിയാണത്. അവിടെ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതുപോലെ ആളുകളുടെ മരണം സംഭവിക്കുന്നത് ഈ അടുത്തിടെയൊന്നും കേട്ടിട്ടില്ല. താങ്കളുടെ അറിവിലും അങ്ങനെയല്ലേ? അതെ, റോഡ് അടുത്ത സമയത്താണല്ലോ മെച്ചപ്പെട്ടത്. ആ മെച്ചപ്പെട്ടതിന് ശേഷം ധാരാളം ആളുകൾ ഇപ്പൊ ആ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ അയ്യപ്പ തീർത്ഥാടകരാണെങ്കിലും നന്നായി ആ റോഡ് ഉപയോഗിക്കുന്നു. മുമ്പ് മറ്റു റോഡുകൾ മാർഗമായിരുന്നു തിരുവനന്തപുരത്തേക്ക് കൂടുതൽ ആളുകളും എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ ആളുകളും ആ റോഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഒരു ക്രമത്തിലധികമായ ഒരു വർധനവ് ആ റോഡിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ പറയുന്നത് പോലെ നല്ല നിലയിലാണ് റോഡ് പണിത് നിർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡ്രൈവർമാർ നന്നായി സ്പീഡ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചു വന്നത്. കാരണം ഇപ്പോൾ ഈ പുലർച്ചെയൊക്കെ ആകുമ്പോഴേക്കും എന്നാൽ വിട്ടുപോയേക്കാം, വീട്ടിലെത്തിയേക്കാം പെട്ടെന്ന് എന്ന് കരുതി അങ്ങനെ കുറച്ച് സ്പീഡിൽ വന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ? അതെ, ഇതിപ്പോ പോലീസ് പറയുന്നത് ഉറങ്ങിപ്പോവാനും ഉള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവില്ല എന്ന നിലയിലാണ് അന്നേരം സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരുമായി സംസാരിച്ചപ്പോഴും പോലീസുമായി സംസാരിക്കുന്നപ്പോഴും മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥിതി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ അപകടങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ചെറുതാണെങ്കിലും അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. നമുക്കവിടെ കുറച്ച് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിക്കേണ്ടി വരുമല്ലേ ജിനീഷ് കുമാർ? കാരണം വഴി നന്നാകുമ്പോഴേക്കും അതിനനുസരിച്ച് ഗതാഗത സംസ്കാരവും മാറേണ്ടതുണ്ടല്ലോ. പ്രത്യേകിച്ചും ലൈനുകളൊക്കെ ആക്കി പോകുമ്പോൾ മറ്റൊരു ലൈനിലേക്ക് കയറാതെയും ഓവർടേക്കിങ്ങും അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കുന്നതിനായുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അധികം ഞാൻ കണ്ടിട്ടില്ല അതുവഴി പോകുമ്പോൾ. അങ്ങനെയുള്ള കുറച്ചുകൂടി കാര്യങ്ങളിൽ നമ്മൾക്ക് ഇടപെടാമെന്ന് തോന്നുന്നു അല്ലേ? അല്ലെ, നമുക്ക് ആ റോഡിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ടില്ല. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും ആവശ്യമെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കി ഇനി ആവശ്യമായ ഒരു ക്രമീകരണങ്ങൾ കൂടി വരുത്തേണ്ടതുണ്ട്. താങ്കൾ ഇപ്പോൾ അപകട സ്ഥലത്തേക്കാണോ അതോ അനുവിന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? ആശുപത്രിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ആശുപത്രി. ഓക്കെ, വളരെ നന്ദി ശ്രീ ജിനീഷ് കുമാർ പ്രതികരിച്ചതിന്. ഓക്കെ.